Annual Youth Fest Sargodayam 2021. Humble pranams at the lotus feet of Puja Gurudev Swami Chinmayanandaji. Keep smiling is the motto of our Vidyalaya. And as always, our principals and dear teachers provide us the opportunity for this. The most common word that we hear these days are SMS. That means sanitizer, mask, social distancing, and of course we are missing our school very much. But we are so lucky that our school is providing the platform to develop our talent in this pandemic situation. Once again, let me welcome you all to the Culture Fest of Chinmaya Vidyalaya Sargodayam 2021. It's just a God blessing. It keeps us stronger. Let's start our prayer. May I call upon Daksha B of 7th B to render the prayer. എങ്ങുമെന്നും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എന്റെ മനസ്സിലും നല്ല വാണിയായി നാവിന്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കൈയിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൻ കുടിയിരിക്കണമേ എന്റെ പാദം ഇടരാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. Today, we are pleased to have with us Mrs. Anju Das to inaugurate the program. She is an amazing entrepreneur with moreover alumni of our school. While in school, she brought laurels to the Vidyalaya by participating and winning various items in district and state level. Apart from all-round performer, she also secured A+ in all subjects in 10th and 12th standard. With a great pride and pleasure, let me welcome Mrs. Anju Das to light the lamp and to inaugurate the fest. And I also request to perform an item on this occasion. Over to Anju Teti. ബഹുമാനപ്പെട്ട ആചാര്യസ്വാമി ജിതാത്മാനന്ദജി, പ്രിൻസിപ്പൽ ശ്രീജിത്ത് സർ, പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, ഇപ്പോൾ അവിടെ പഠിപ്പിക്കുന്ന പുതിയ ടീച്ചേഴ്സ്, മറ്റ് സ്കൂൾ സ്റ്റാഫ്സ്, സ്റ്റുഡൻസ്, എല്ലാവർക്കും എൻ്റെ ഹരിയും. 14 വർഷമായി ഞാൻ ആ സ്കൂളിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട്. കഴിഞ്ഞ ദിവസം ഈ ഒരു ആവശ്യത്തിനായിട്ട് മിസ് എന്നെ സമീപിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷവും അഭിമാനവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. കാരണം LKG മുതൽ 12ാം ക്ലാസ് വരെ ചിന്മയ വിദ്യാലയത്തിൽ കണ്ടിന്യൂസ്ലി പഠിച്ച കുറച്ച് കുട്ടികളിൽ ഒരാളായിരിക്കും ഞാൻ. അതുകൊണ്ട് തന്നെ 14 വർഷത്തെ മെമ്മറീസ് എന്ന് പറയുന്നത് വളരെ വണ്ടർഫുൾ ആയിരുന്നു എൻ്റെ കാര്യത്തിൽ. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം തന്നെ ഓർമ്മ വരുന്ന അതിനുള്ളൊരു സ്പിരിറ്റാണ്. വീറും വാശിയും ചെറിയ ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളും പിന്നെ ആർപ്പ് വിളിയും പ്രൈസ് കിട്ടിക്കഴിഞ്ഞാലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റും പിന്നെ പത്രത്തിൽ പേരച്ചടിച്ച് വരിക, ഫോട്ടോ വരിക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളാണ് ആ സമയത്ത് കിട്ടിക്കൊണ്ടിരുന്നത്.
ഇപ്പം അത് വളരെ മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ എൻ്റെ ഫാമിലിയുടെ ഒപ്പം കേരളത്തിന് പുറത്താണ്. അപ്പം എൻ്റെ കുട്ടികൾക്കൊന്നും അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇല്ല യൂത്ത് ഫെസ്റ്റിവലും യൂത്ത് സ്പോർട്സും ഒക്കെ. അത് എല്ലാവരും സ്റ്റഡീസ് ഓറിയൻറ്റഡ് ആണ് സ്കൂൾസൊക്കെ തന്നെയും. അപ്പം നിങ്ങളെല്ലാം ബ്ലെസ്ഡ് ആണ് കുട്ടികളെ. അപ്പം നല്ലവണ്ണം എൻജോയ് ചെയ്യുക. കാരണം ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ, അതിന് പറ്റിയൊരു സ്കൂൾ, നിങ്ങളെ എല്ലാ കരിക്കുലർ ആക്ടിവിറ്റീസിനും ഇപ്പം ഞാൻ വളരെ അധികം അഭിമാനം കൂടാറുണ്ട്. നിങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ കാണാറുണ്ട് ഞാൻ, ഓരോരോ അച്ചീവ്മെന്റ്സ്. അപ്പം എൻ്റെ സ്കൂളിൽ ഒരു കുട്ടിക്ക് പ്രൈസ് കിട്ടുമ്പോൾ വളരെയധികം ഞാൻ സന്തോഷിക്കാറുണ്ട്, അഭിമാനിക്കാറുമുണ്ട്. അപ്പം അങ്ങനെ എല്ലാവരും മുന്നോട്ട് ഇറങ്ങുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ വക അഭിവാദ്യങ്ങൾ. ഇനിയും നല്ല നല്ല ഉയരങ്ങളിൽ എത്തട്ടെ. നമ്മുടെ സ്കൂളിന് ഒരു ഒളിമ്പിക്സിലൊക്കെ ഒരു മെഡൽ നേടാൻ പറ്റട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട്. അത് അതിനെല്ലാവരും പ്രയത്നിക്കുക. അപ്പം യൂത്ത് ഫെസ്റ്റിവലിൽ കൂടുതലും ഡാൻസും പാട്ടും ഒക്കെയാണ് എല്ലാവരും പങ്കെടുക്കാറുള്ളത്. ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്പെഷ്യലി മ്യൂസിക് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ദേശഭക്തി ഗാനം, ഗ്രൂപ്പ് സോങ്, അങ്ങനെയുള്ള കുറേ ഐറ്റംസ്. പിന്നെ ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ആണ് എനിക്ക് ഒരിക്കലും മറക്കാനാവാത്തത്. അന്ന് എന്താ പറയുക, ഗ്രൂപ്പുമായിട്ട് സബ് ഡിസ്ട്രിക്റ്റിലൊക്കെ പോയിട്ട് പ്രൈസൊക്കെ നേടി തിരിച്ചു വന്ന സ്കൂളിൽ വന്നിട്ട് അത് പ്രസന്റ് ചെയ്തപ്പം അന്ന് കിട്ടിയൊരു കയ്യടി ഉണ്ട്. അത് ഇന്നും മറക്കാൻ പറ്റില്ല, അന്നത്തെ എൻ്റെ ഒരു ഗ്രൂപ്പ്. അതുപോലെ തന്നെ ദേശഭക്തി ഗാനം, വന്ദേ മാതര ആലാപനവും അതിനൊക്കെ നമ്മൾ സ്റ്റേറ്റിലൊക്കെ പോയിട്ട് വിൻ ചെയ്തിട്ടുണ്ട് ഗ്രൂപ്പായിട്ട്. അതൊക്കെ മറക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ഇൻഡിവിജ്വലിനെക്കാട്ടും ഹാപ്പിനെസ് കിട്ടിയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിട്ട് പങ്കെടുത്ത ഓരോ ഐറ്റംസിനാണ്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. ഇപ്പം കിട്ടണ ഒരു ഫെസിലിറ്റി, അല്ലെങ്കിൽ ഫെസിലിറ്റി അല്ല, ഇപ്പം കിട്ടണ ഒരു സന്തോഷം, സ്കൂൾ ലൈഫിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു യൂത്ത് ഫെസ്റ്റിവൽ ഡേയ്സ് നിങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല. അപ്പം മാക്സിമം എൻജോയ് ചെയ്യുക, അതായത് എൻജോയ് ടു ദ ഫുള്ളസ്റ്റ്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. വേറെ പറയുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ഈ ഒരു പ്രായത്തിനിടയിൽ പല ഫേസസും കടന്നു പോയിട്ടുണ്ട്. ഇപ്പം സ്കൂൾ ഫേസ്, കോളേജ് ഫേസ്, പിന്നെ മാരീഡ് ഫേസ്, പിന്നെ ലൈഫ് ആഫ്റ്റർ കിഡ്സ്. ഇതിലൊക്കെയും എൻ്റെ കുട്ടികളുണ്ടായ ഒരു ഫേസ് ഞാൻ വളരെ അധികം എന്താ പറയുക സന്തോഷത്തോടെ ഓർക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു. എന്നിരുന്നാൽ തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഏതാണ് വണ്ടർഫുൾ ഫേസ് ഓഫ് യുവർ ലൈഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അൺഡൗട്ടഡ്ലി പറയും എൻ്റെ സ്കൂൾ ഡേയ്സ് ആണെന്ന്. അതിന് ഈ യൂത്ത് ഫെസ്റ്റിൽ ഒരു പ്രധാന കാരണമായിരുന്നു. സ്കൂൾ ടൈമിലെന്ന് പറഞ്ഞാൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ബങ്ക് ചെയ്ത് പോവുക. പിന്നെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളെ പൊക്കും, എന്താണ് ഇവിടെ നിൽക്കുന്നതൊക്കെ മിസ്സുമാർ ചോദിക്കും. പിന്നെ പരീക്ഷയുടെ തലേന്ന് പരീക്ഷ എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ നടന്നിട്ട് മര്യാദയ്ക്ക് മോഡൽ പോലും എഴുതൂല, ഒക്കെ ഫൈനൽ എക്സാമിനാണ് എല്ലാം ക്ലിയർ ആക്കിയത്. പക്ഷെ എന്നാൽ തന്നെയും ടീച്ചേഴ്സ് നല്ലോണം സപ്പോർട്ട് ചെയ്യും. ആ ഒരു ടൈമിൽ നമ്മൾ ക്ലാസ് മിസ് ചെയ്താലും അവർ നമുക്ക് പറഞ്ഞു തരുന്ന പോർഷൻസ് ഒക്കെ പറഞ്ഞു തന്ന് ഫൈനലി നല്ല രീതിയിലൊക്കെ പാസ്സാവാനൊക്കെ അവർ സഹായിക്കും. അപ്പം അതൊക്കെ ഇന്നും ഞാൻ ഓർക്കുന്നു. ആ ഓർമ്മകളൊന്നും ഒരിക്കലും വിട്ടു മാഞ്ഞിട്ടില്ല. അപ്പം എല്ലാവരോടും പറയാനുള്ളത് അതാണ്, നന്നായിട്ട് എൻജോയ് ചെയ്യുക, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ സ്കൂളിൽ നല്ല പേര് നിങ്ങൾക്ക് എല്ലാവർക്കും നേടിക്കൊടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു അവസരത്തിൽ എനിക്കൊരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനുണ്ട്. ആ പാട്ട് എന്ന് പറയുന്നത് ദേശഭക്തി ഗാനാണ്, വേറെ ഒന്നുകൊണ്ടല്ല. അതിനൊരു പ്രത്യേകതയുണ്ട് ആ ദേശഭക്തി ഗാനത്തിന്. വേറൊന്നുമല്ല, നമ്മളുടെ സീനിയേഴ്സ്, അതായത് ഞാൻ അവിടെ പഠിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് കേൾക്കുന്ന ഒരു ദേശഭക്തി ഗാനാണ്. അത് നമുക്ക് നിരവധി പ്രൈസുകളും കുറേ അധികം സ്റ്റേജസിൽ നേടി തന്നിട്ടുണ്ട്. എൻ്റെ സീനിയേഴ്സിനും ജൂനിയേഴ്സിനും ഒക്കെ ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ പാട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇന്ന് പാടുന്നു. ഭാരത സാമ്രാജ്യ സുഖി വിജയി ഭാവിത സുഖദായി സതതം തവ പദ ചിരജീവി ഭവ ചിരജീവി ഭവ ചിരജീവി നിരുപമ കരുണ പൂരിത ദേഹ നിഖില ജനാനന്ദ വാരിവാഹ പ്രകടീകൃത പരിപൂരിതാശ പരമശിവ പരമാനന്ദ നിവേദ
भारत साम्राज्य सुखी विजयी भावित सुखदायी सततं तव पद चिरजीवी भव चिरजीवी भव चिरजीवी. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. Ji, Acharya Chinmaya Mission Kozhikode is here with us to bless us. With great respect, I humbly request Swamiji to deliver his speech. Over to you, Swamiji. ഹരി ഓം. ഏവർക്കും നമസ്കാരം. കോഴിക്കോട് ചിന്മയ വിദ്യാലയയുടെ ഈ വർഷത്തെ വെർച്വൽ യൂത്ത് ഫെസ്റ്റിവൽ സർഗോദയം ഇന്നും നാളെയുമായി ആഘോഷിക്കുകയാണല്ലോ. വിദ്യാഭ്യാസം എന്നതുകൊണ്ട് കേവലം അക്കാഡമിക് മികവ് വർദ്ധിപ്പിക്കുക മാത്രമല്ലെന്ന് നമുക്കറിയാം. ഒരു കുട്ടിയുടെ കായികവും കലാപരവുമായ മുഴുവൻ കഴിവുകളെയും വികസിപ്പിച്ച് എടുക്കുവാൻ സാധിക്കുന്നതാവണം. ഭർതൃഹരി പറയുന്നു, സാഹിത്യ സംഗീത കലാവിഹീന സാക്ഷാൽ പശുപുച്ഛ വിഷാണഹീനം ഋണം ന കാലത്തഭിജീവമാനം തദ്ഭാഗതേയം പരമം പശൂണാം. സാഹിത്യം, സംഗീതം, കല ഇവയിലൊന്നും താല്പര്യമില്ലാത്തവൻ മൃഗത്തിന് തുല്യമാണ്. രണ്ടും കൈയും കാലും ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷെ സ്വഭാവം മൃഗങ്ങളുടേത് തുല്യമാണ്. അവൻ പുല്ല് തിന്നില്ല എന്നത് പശുവിന്റെ ഭാഗ്യമാണ്. അല്ലെങ്കിൽ അതുപോലും അവയ്ക്ക് കൊടുക്കാതെ തിന്നു തീർക്കും. നമ്മുടെ സ്വാർത്ഥ ചിന്തകൾ കുറയുവാനും ഹൃദയവിശാലത വർദ്ധിപ്പിക്കുവാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനും ഒക്കെ ഇങ്ങനെയുള്ള അവസരങ്ങൾ വളരെയധികം സഹായിക്കുന്നതാണ്. മറ്റുള്ളവരുടെ സംഗീതവും നൃത്തവും കവിതയും ഒക്കെ ആസ്വദിക്കുക എന്നതും ഒരു ശ്രേഷ്ഠ ഗുണമാണ്. നല്ല ആസ്വാദകൻ ഉണ്ടാവുമ്പോഴാണ് ഏവർക്കും അവരുടെ പ്രകടനങ്ങൾ മികവുറ്റതായിട്ട് മാറ്റുവാൻ സാധിക്കുന്നത്. അതിനാല് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് മറ്റുള്ളവരുടെ പരിപാടികൾ പൂർണ്ണമായിട്ട് കണ്ട് ആസ്വദിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നത്. അതിനാല് മുഴുവൻ കുട്ടികളും അതുപോലെ രക്ഷകർത്താക്കളും ഈ പരിപാടി പൂർണ്ണമായിട്ടും അതില് അവരെ പങ്കാളിത്തം കൊണ്ട് അതിനെ സമ്പൂർണമാക്കി മാറ്റണമെന്ന്, അങ്ങനെ ഈ ഒരു യൂത്ത് ഫെസ്റ്റിവല്
ഒരു ഉത്സവമാക്കി മാറ്റാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഹരി ഓം. നമസ്കാരം. Thank you, Swamiji. I know that all of you are eagerly waiting for the program. Our participants are ready. And we have 2 stages for them. So, here we go. பலவிதமாய் உன்னை பாடவும் ஆடவும்
അവതരിപ്പിക്കാൻ പോകുന്നു. അമ്മേ, ഞാനിന്ന് പുറത്ത് പോയിട്ട് വരാം. എന്റെ ഫ്രണ്ട് നിന്റെ ഫ്രണ്ട് എനിക്ക് കാണണം. നീ ഇപ്പൊ പുറത്തേക്കൊന്നും പോകണ്ട. ഒരു ഫ്രണ്ടിനെ നീ കാണണ്ട. പ്ലീസ് അമ്മ, എനിക്ക് കണ്ടേ പറ്റൂ. കുറെ നാളെ അവളെ കണ്ടിട്ട്. അന്ന് നീ മാസ്ക് വെച്ചിട്ട് പോകുമ്പോളെ. എനിക്ക് മാസ്ക് ഒന്നും വേണ്ട. എന്നെ ലിപ്സ്റ്റിക് ഒന്നും കാണില്ല. നമുക്കൊന്ന് കൊറോണ വെല്ലാമേ. മോളെ, കൊറോണയെ അതിജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളാണ് മാസ്ക് ധരിക്കുക, അകലം പാലിക്കുക. ഇത് രണ്ടും നീ കൃത്യമായി പാലിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ കോവിഡിനെ തടയാൻ കഴിയും. അതൊക്കെ ഞാൻ
സൂക്ഷിച്ചാളെ. മോളെ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരില്ല. ഓക്കെ ഓക്കെ, ഞാൻ പോകട്ടെ. ഹായ് ചിന്നു. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് പറയാനാ, ഈ കോവിഡാണ് ബാംഗ്ലൂരിൽ വരാനേ കഴിയുന്നില്ല. ഇനിയിപ്പോ സാരമൊന്നുമില്ല, ഇനിയിപ്പോ നമുക്ക് അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോകാം. അതെ, നമുക്ക് ആദ്യം പുറത്തേക്ക് പോയാലോ? ഓ ഹലോ ചേട്ടാ, ഒരു കൂൾ ഡ്രിങ്ക്സ് കിട്ടോ? ഓക്കെ താങ്ക് യു. അയ്യോ ടൈം വൈകിയല്ലോ. ചിന്നു, നമുക്കന്ന് പിന്നെ കാണാം, അമ്മ വെയിറ്റ് ഉണ്ടാവും. ടൈം വൈകി. ഓക്കെ ഓക്കെ, നമുക്കന്ന് പിന്നെ കാണാം. ടയേർഡായി. അമ്മേ ഞാൻ വന്നു കേട്ടോ, എനിക്കൊരു ചായ. എന്താ മോളെ നീ ഇത്രയും വൈകിയത്? ഇപ്പൊ തരാ ചായ. ദാ ചായ, പോയി കുളിച്ചിട്ട് വാ. എനിക്ക് കുളിക്കുന്നുണ്ട്, ഇപ്പൊ തന്നെ എന്റെ തലവേനൊക്കെ എടുത്തിട്ട് വയ്യ. അയ്യോ തല വിളിക്കുന്ന. എന്താ ചിന്നു നീ വിളിച്ചേ? നിനക്ക് കോവിഡോ? അയ്യോ, ഇനിയിപ്പോ നീ റെസ്റ്റ് ഒക്കെ എടുത്ത് വിളിക്കട്ടോ. ശരി ഓക്കെ. അമ്മേ അമ്മേ, എന്തിനാ വെറുതെ അമ്മേ അമ്മയെ വിളിച്ചോണ്ടിരിക്കണേ? അമ്മേ ചിന്നുന് കോവിഡാ. അയ്യോ എന്റെ മോളെ, എന്നോട് അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ പുറത്തേക്കൊന്നും പോകണ്ടെന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യാം, എനിക്ക് ആകെ പേടിയാവണോ. നമുക്കിനിയിപ്പോ വെള്ളത്ത് വെച്ച് കാണല്ലേ, നമുക്ക് ഹെൽത്ത് കെയറിനെ കുറിച്ച് ചോദിക്കാം മോളെ. ഇനി അമ്മ പറയാതെ എങ്ങോട്ടും പോവില്ല, മാസ്ക് ധരിച്ചിട്ടേ പോവുള്ളൂ. നമ്മുടെ കേരളത്തിൽ ഇത്രയും കോവിഡ് രോഗം രൂക്ഷമാകും കാരണം നമ്മുടെ അശ്രദ്ധ തന്നെയാണ്. ഇനിയെങ്കിലും എല്ലാവരും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കുക. നമുക്ക് ഒത്തൊരുമിച്ച് കോവിഡിനെതിരെ പൊരുതാം. നന്ദി, നമസ്കാരം. ഒരു തെറ്റിൽ 1000 ശരികളുണ്ടായിരിക്കാം, ഒരു ശരി 1000 വിധികളും. പെരുന്തച്ഛൻ മലയാളികളുടെ പ്രിയ കവി വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ തച്ചന്റെ മകൻ എന്ന കവിതയ്ക്ക് ഒരു ആവിഷ്കാരം നൽകുകയാണ് ഈ വേദി. എന്തൊരു ഇരിപ്പാണിത്! എന്തെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ? എന്റെ തച്ചന് കരയില്ല, കരയാൻ കഴിയില്ല അയാൾക്ക്. ദുഷ്ടനാ കരിന്ദുഷ്ടൻ, ഇരിക്കുന്നത് കണ്ടില്ലേ? തച്ചനാണത്രേ തച്ചൻ. ഉടപ്പെടുന്നവനെ അങ്ങനെയൊന്നും പറയരുത്. എന്റെ തച്ചനെ ചെയ്യില്ല, എന്റെ തച്ചനെ ചെയ്യില്ല. അയാൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. മരത്തതിൽ ഉള്ളി കൊണ്ട് കുത്തി മനസ്സ് മരവിച്ചു പോയതാ. എന്റെ മകൻ പോയെന്നല്ല, എന്റെ മകളുടെ കണ്ണുനീര് കണ്ടതിനാ എനിക്ക്. ഞാനത് ചെയ്തില്ല, ഞാനത് ചെയ്തില്ല മച്ചുന. താനേ അത് ചെയ്യൂ. സ്വന്തമോ തന്നെക്കാട്ടോ കേവലം എന്റെ ദേഷ്യമല്ലേനോ തനിക്ക്? ഹേ മാളവരെ, ഞാൻ പെരുന്തച്ഛന്റെ മകൻ. ആൾക്കാർ പറഞ്ഞു നടക്കുന്നതും നേരമ്മാവൻ പാടി നടക്കുന്നതുമല്ല ശരി. അന്ന് അങ്ങൊന്നല്ല വിശേഷം. ഓ എന്താണാവോ? നമ്മുടെ പെരുന്തച്ഛന്റെ മകൻ അച്ഛനിട്ടൊന്ന് പൊട്ടിച്ചോ. എന്താ സംബന്ധാണോ താനീ പറയുന്നേ? നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന അച്ഛന്റെ മുഖത്ത് മകൻ തല്ലേ വിടിത്ത. നമ്മുടെ പാടത്തിന്റെ അടുത്തായിട്ട് തച്ചൻ ഒരു പാവയെ വെച്ചത് അങ്ങൊന്ന് കണ്ടതല്ലേ? മകനും വെച്ച അങ്ങനത്തെ ഒരു പാവയെ. തച്ചന്റെ പാവ നാട്ടുകാരുടെ മുഖത്ത് തുപ്പിയപ്പോ കിട്ടി ഒരെണ്ണം. ചപ്പേന്ന് കൊച്ച കൊള്ളാലോ. എന്നാ നമുക്ക് അവൻ പുതിയ കോലോത്തിന്റെ പണി അവനെ അങ്ങ് ഏൽപ്പിച്ചാലോ? അച്ഛന് മോനോട് അസൂയ തോന്നി തുടങ്ങിയ കേൾവി. ഒരസൂയം ഉണ്ടായിരുന്നില്ല അന്ന്. അമ്മ വേണ്ട, എനിക്ക് ഇതിന്റെ കാണണ്ട. നാട്ടുകാരെല്ലാം ബഹുമാനിക്കുന്ന അച്ഛന്റെ മുഖത്താണ് അടിച്ചത്. പോയിക്കോ, ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോ. ആരും ഇറങ്ങണ്ട. മടിയിലിരുത്തി കാതിൽ പേര് വിളിച്ചപ്പോ ബാധിച്ച് സത്യായി. വലിയ തച്ചന്റെ അച്ഛനായില്ലേ ഞാൻ. ധ്യാനത്തിന് സമയമായി. ആ ധ്യാനത്തിലാ. അയാളെ ധ്യാനിച്ചോട്ടെ. കൊച്ചനില്ലേ നമ്മുടെ പുതിയ കോലോത്തിന്റെ പണി കൊച്ചനെയാ ഏൽപ്പിക്കുന്നേ. തച്ചനും പോന്നോട്ടെ, ചിന്തയിടാനും വേണല്ലോ ഒരു കേമൻ. ഈശ്വര, ഞാനിതെന്താ കേൾക്കണേ? മകന് കോലോപ്പണി, അച്ഛന് ചിന്തയിടൽ. ഇല്ല, ആരും അറിഞ്ഞില്ല. ഇറങ്ങും. പിന്നെ നമ്മുടെ മകൻ പണി
പണിയും. ഓരോ പണി മുമ്പില്ലാത്ത കേമാവും. പിന്നെ നമ്മുടെ മോൻ വലിയ തച്ചനാവും. കണക്കുകൾ പേയ്ക്കുന്നല്ലോ കുട്ടിയെ, സാരാക്കണ്ട. കണക്കുകൾ പേയ്ക്കാത്ത ഏത് തച്ചനാ ഉള്ളത്? കാലുകളില്ലാത്ത ഏത് പണിക്കാരനാ ഉള്ളത്? നാളെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എന്റെ മകൻ കോലോത്തിന്റെ മേൽപോട്ടുറപ്പിച്ചിരിക്കും. ആരോടും ശരിയല്ല. എല്ലാ കണക്കുകളും ശരിയാക്കി ഉത്തരപ്പടി മേലോട്ട് പൊങ്ങട്ടെ. ഒളിച്ചോട്ടിൽ ഇരിക്കാൻ പാടില്ല എന്നറിയില്ലേ കുട്ടിയെ? കുട്ടിയെ 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 ഇരുട്ടത്ത് ഒളി പിടിക്കാത്തവനാണ് ഈ തച്ചൻ. വയസ്സാം കാലത്ത് ഒരു കൈവേള, മനുഷ്യജന്മത്തിൽ ഒരു കൈത്തട്ട്, വീടും വീടും പോയതാ. അസൂയമൂത്ത പെരുന്തച്ചൻ മകനെ കൊന്നേ. ഞാനത് ചെയ്തില്ല, ഞാനത് ചെയ്തില്ല, ഞാനത് ചെയ്തില്ല, ഞാനത് ചെയ്തില്ല, ഞാനത് ചെയ്തില്ല. ഇനി പറയൂ, ഏതാണ് ശരി, ഏതാണ് തെറ്റ്? നന്ദി, നമസ്കാരം. ആവണിപ്പൗർണമി മുഖം നോക്കുവാനെത്തും നിലയുടെ നിർമ്മല നീർത്തടത്തിൽ. ആവണിപ്പൗർണമി മുഖം നോക്കുവാനെത്തും നിലയുടെ നിർമ്മല നീർത്തടത്തിൽ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കഥനങ്ങൾ, ഗാഥകൾ, കിളിമൊഴികൾ. തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു കഥനങ്ങൾ, ഗാഥകൾ, കിളിമൊഴികൾ. ആവണിപ്പൗർണമി മുഖം നോക്കുവാനെത്തും നിലയുടെ നിർമ്മല നീർത്തടത്തിൽ. കളിവിളക്കിൽ തിരിനാളങ്ങൾ തെളിയുമ്പോൾ കാലം തിരശീല നീക്കുമ്പോൾ. കളിവിളക്കിൽ തിരിനാളങ്ങൾ തെളിയുമ്പോൾ കാലം തിരശീല നീക്കുമ്പോൾ. മതിലിയമാലയം മെഴുകിയ വീതിയിൽ മഞ്ചീരമണിയുന്നു മലയാൺമകൾ. മതിലിയമാലയം മെഴുകിയ വീതിയിൽ മഞ്ചീരമണിയുന്നു മലയാൺമകൾ. ആവണിപ്പൗർണമി മുഖം നോക്കുവാനെത്തും നിലയുടെ നിർമ്മല നീർത്തടത്തിൽ. കഥ പറയും ചെറുകാറ്റോടിയെത്തുമ്പോൾ മാനം തുമ്പി മുഴക്കുമ്പോൾ. കഥ പറയും ചെറുകാറ്റോടിയെത്തുമ്പോൾ മാനം തുമ്പി മുഴക്കുമ്പോൾ. മാമാങ്കമേറിയ സിന്ദൂരത്തിലകത്തിൻ ചെഞ്ചായമണിയുന്നു നിറസന്ധ്യകൾ. മാമാങ്കമേറിയ സിന്ദൂരത്തിലകത്തിൻ ചെഞ്ചായമണിയുന്നു നിറസന്ധ്യകൾ. ആവണിപ്പൗർണമി മുഖം നോക്കുവാനെത്തും നിലയുടെ
നിർമ്മല നീർത്തടത്തിൽ തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു. കഥനങ്ങൾ ഗാഥകൾ കിളിമൊഴികൾ തമ്പുരു ശ്രുതി മീട്ടി കൈരളി പാടുന്നു. കഥനങ്ങൾ ഗാഥകൾ കിളിമൊഴികൾ ആവണിപ്പൗർണമി മുഖം നോക്കുവാനെത്തും നിലയുടെ നിർമ്മല നീർത്തടത്തിൽ. ശ്രാവണഋതുഭംഗി പോയി മറഞ്ഞു പോകിലും ഓർമ്മയിൽ ഓണ നിലാമഴ പൊഴിയവേ ഓരോ നിമിഷവും ആരോ പാടും ആർദ്രമധുരമാം വസന്തഗീതം. അതിൽ നിറയുന്നൊരൻ ബാല്യസ്മൃതികളിൽ അലിയുന്നതാണെനിക്കേറെ ഇഷ്ടം. ശ്രാവണ ഋതുഭംഗി പോയി മറഞ്ഞു പോകിലും ഓർമ്മയിൽ ഓണ നിലാമഴ പൊഴിയവേ. ഹരിതാപതൂഹുന്ന വയലിൻ വരമ്പിലെ കറുകയും തുമ്പയും കാട്ടുപൂവും. ഹരിതാപതൂഹുന്ന വയലിൻ വരമ്പിലെ കറുകയും തുമ്പയും കാട്ടുപൂവും. അറിയാത്ത പൂക്കൾ തൻ മുഗ്ധ സൗന്ദര്യമൻ അക്കത്താരിൽ ആനന്ദധാരയായി ആനന്ദഭൈരവി രാഗമായി. ശ്രാവണ ഋതുഭംഗി പോയി മറഞ്ഞു പോകിലും ഓർമ്മയിൽ ഓണ നിലാമഴ പൊഴിയവേ. മുറ്റത്തെ മാഞ്ചോട്ടിൽ ഊയലിൻ താളത്തിൽ മറ്റൊരു മഴവില്ലു പോലെ. മുറ്റത്തെ മാഞ്ചോട്ടിൽ ഊയലിൻ താളത്തിൽ മറ്റൊരു മഴവില്ലു പോലെ. വർണ്ണമന്ദാരങ്ങൾ പൂവിട്ടു നിൽക്കുമാ ജന്മഗേഹത്തിന്റെ പടവിൽ ഇത്തിരി നേരമിരിക്കാൻ വീണ്ടുമെൻ കൊച്ചുബാല്യത്തിൻ മധുനുകരാൻ നഷ്ടസ്വർഗങ്ങൾ തൻ മഴ നനയാൻ. ശ്രാവണ ഋതുഭംഗി പോയി മറഞ്ഞു പോകിലും ഓർമ്മയിൽ ഓണ നിലാമഴ പൊഴിയവേ ഓരോ നിമിഷവും ആരോ പാടും ആർദ്രമധുരമാം വസന്തഗീതം. അതിൽ നിറയുന്നൊരൻ ബാല്യസ്മൃതികൾ അലിയുന്നതാണെനിക്കേറെ ഇഷ്ടം.
പാലക്കാട് എഴുതിയ സഫലനിയാത്ര എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത്. ആർദ്രമീതനുമാസരാവുകളിലൊന്നിൽ ആതിരവരും പോകുമല്ലേ സഖി, ഞാനീ ജനലഴി പിടിച്ചൊട്ടു നിൽക്കട്ടെ, നീ എന്നരികത്തു തന്നെ നിൽക്കൂ. ഈ പഴങ്കൂടൊരു ചുമക്കടിയിടറി വീഴാം, വ്രണിതമാം കണ്ടെത്തി നിന്നു നോവിത്തിരി കുറവുണ്ട്. വളരെ നാൾ കൂടി ഞാൻ നേരിയ നിലാവിന് പിന്നിലെ അനന്തതയിലലിയുമിരുൾ നീലിമയിൽ എന്നോ പഴകിയൊരോർമ്മകൾ മാതിരി നിന്നു വിറയ്ക്കുമീ ഏകാന്ത താരകളെ ഞാനൊട്ടു കാണട്ടെ, നീ തൊട്ടു നിൽക്കൂ. ആതിര വരും നേരമൊരുമിച്ചു കൈകൾ കോർത്തെതിരേൽക്കണം നമുക്കിക്കുറി. വരും കൊല്ലമാരെന്നും എന്തെന്നുമാർക്കറിയാം, എന്തു നിൻമിഴിയിണ തുളുമ്പിയെന്നോ സഖി, ചന്തം നിറയ്ക്കുമീ ശിഷ്ടദിനങ്ങളിൽ. മിഴിനീർ ചവർപ്പുപെടാതെ മധുപാത്രം അടിയോളം മോന്തുക. നേർത്ത നിലാവിന്റെ അടിയിൽ തെളിയുമിരുൾ നോക്കിരുളിൻ്ററകളിലെ ഓർമ്മകളെടുക്കുക. ഇവിടെ എന്തോർമ്മകളെന്നോ നെറുകയിൽ ഇരുട്ടേന്തി പാറാവു നിൽക്കു നീ. തെരുവുവിളക്കുകൾക്കപ്പുറം പതിതമാം ബോധത്തിനപ്പുറം ഓർമ്മകളൊന്നുമില്ലെന്നോ, ഒന്നുമില്ലെന്നോ. നന്ദി. നമസ്കാരം. ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് വള്ളരാമന്റെ അശ്വമേധം എന്ന കവിതയാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിന്മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിന്മാർഗം മുടക്കുവാൻ, ദിഗ്വിജയത്തിനൻ സർഗശക്തിയാം ഈ കുതിരയെ വിട്ടയക്കുന്നു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. വിശ്വസംസ്കാരവേദിയിൽ പുത്തനാം അശ്വമേധം നടത്തുകയാണു ഞാൻ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. നിങ്ങൾ കണ്ടോ ശിരസ്സുയർത്തിപ്പായും എൻ കുതിരയെ, ചെമ്പൻ കുതിരയെ. എന്തൊരുന്മേഷമാണതിൻ കൺകളിൽ, എന്തൊരുത്സാഹമാണതിൻ കാൽക്കളിൽ. കോടി കോടി പുരുഷാന്തരങ്ങളിൽ കൂടി നേടിയതാണതിൻ ശക്തികൾ. വെട്ടി വെട്ടി പ്രകൃതിയെ മല്ലിട്ട് വെട്ടി നേടിയതാണിതിൻ സിദ്ധികൾ. മന്ത്രമായൂര പിഞ്ചികാചാലന തന്ത്രമല്ലിതിൻ സംസ്കാരമണ്ഡലം. കോടി കോടി ശതാബ്ദങ്ങൾ മുൻപൊരു കാടിനുള്ളിൽ വെച്ചെന്റെ പിതാമഹർ കണ്ടതാണി കുതിരയെ. കാട്ടുപുൽ തണ്ടിനുള്ളിൽ വളർത്തി മുത്തശ്ശിമാർ കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. കാട്ടുചോലകൾ പാടിയ പാട്ടുകൾ ഏറ്റുപാടി പഠിച്ച മുത്തശ്ശിമാർ. ഇന്നലത്തെ ചരിത്രം മയങ്ങുന്ന മണ്ണിലൂടെ കുതിച്ചു പാഞ്ഞിടവേ എത്രയെത്ര ശവകുടീരങ്ങളിൽ നൃത്തമാടിയതാണ് കുളമ്പുകൾ. തൃപ്തരാഷ്ട്ര പ്രതാപങ്ങൾ തൻ കോട്ട
കൊത്തളങ്ങളെ പിന്നീടും യാത്രയിൽ എത്ര കൊറ്റക്കുടാകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. എത്ര കൊറ്റക്കുടാകൾ യുഗങ്ങളിൽ കുത്തി നിർത്തിയ മുത്തണിക്കൂണുകൾ അക്കുളമ്പടി ഏറ്റേറ്റു വീണുപോയി അത്രയേറെ ഭരണകൂടങ്ങളും. കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ, കുഞ്ചിരോമങ്ങൾ തുള്ളിച്ച് സഞ്ചരിച്ചൊരു ചെമ്പൻ കുതിരയെ പണ്ടു ദൈവം കടിഞ്ഞാണുമായി വന്ന് കൊണ്ടുപോയി സവാരിക്കിറങ്ങുവാൻ. പിന്നെ രാജകീയോന്മത്ത സേനകൾ വന്നു നിന്നു പടപ്പാളയങ്ങളിൽ. ആഗമസത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. ആഗമസത്വവേദികൾ വന്നുപോൽ യോഗദണ്ഡിൽ ഇതിനെ തളയ്ക്കുവാൻ. എന്റെ പൂർവികർ അശ്വഹൃദയജ്ഞർ, എന്റെ പൂർവികർ വിശ്വവിജയികൾ. അങ്കമാടി കുതിരയെ വീണ്ടെടുത്തന്നണഞ്ഞു യുഗങ്ങൾ തൻ നായകർ. മണ്ണിൽ നിന്നും പിറന്നവർ മണ്ണിനെ പൊന്നണിയിച്ച സംസ്കാര ശില്പികൾ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നൊരു നാൾ ഈ കുതിരയെ. നേടിയതാണവരോടു ഞാൻ എന്നിൽ നാടുണർന്നൊരു നാൾ ഈ കുതിരയെ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകിൽ എന്റെ ചൈതന്യ വീജികൾ. ഈ യുഗത്തിന്റെ സാമൂഹ്യ ശക്തി ഞാൻ മായുകിൽ എന്റെ ചൈതന്യ ബീജികൾ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. ഈശ്വരനല്ല മാന്ത്രികനല്ല ഞാൻ, പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. പച്ചമണ്ണിൻ മനുഷ്യത്വമാണു ഞാൻ. നന്ദി.
na 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 రాజు వెడలే జూతా మురారే కస్తూరి రంగరాజు 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 వెడలే జూతా మురారే तेजिनेकी समस्त राजू लूडिगम्मु जय तेजिनेकी समस्त राजू लूडिगम्मु जय तेजरिल्लु नवरत्नपु दिव्यभूषणमूलिडि ರಂಗರಾಜು వెడలే జూతా మురారే కస్తూరి రంగరాజు వెడలే జూతా మురారే కావేరి తీరములను పావనమకు రంగపురిని కావేరి కావేరి తీరములను పవనమకు రంగపురిని కావేరి తీరములను పవనమకు రంగపురి నీ కావేరి కావేరి తీరములను పవనమకు రంగపురి నీ కావేరి తీరములను పవనమకు రంగపురి నీ కావేరి కావేరి తీరములను పవనమకు రంగపురి నీ కావేరి తీరములను పవనమకు రంగపురి నీ కావేరి కావేరి తీరములను పవనమకు రంగపురి నీ కావేరి తీరములను పవనమకు రంగపురి నీ కావేరి కావేరి తీరములను పవనమకు రంగపురి నీ కావేరి తీరములను పవనమకు రంగ
పురి నీ కావేరి మా పద కావేరి సాని దాప మా పద కావేరి నీ సద నీ పద మా ప సాని దా పద కావేరి సరి గ మ పద ని సా రి గ మ పద ని సా గ మ పద ని సా మా పద ని సా పద ని సా ద ని సా ని సా సాని దా ప మ పద కావేరి ద ప ప ప ప మ ప ద ప మ ద ప ద మ ప మ గ మ గ రి స రి గ మ ప రి గ మ ప ద గ మ ప ద ని ప ద మ ప ద ని ద ని స రి గ రి మ గ రి స ని ద ని స రి స స గ రి స ని ద రి స ని ద ప స ని ద ప ద కావేరి సని ద పద కావేరి ని స ద ని పద మ ప సని ద పద కావేరి సరి గ మ పద ని స రి గ మ పద ని స గ మ పద ని స మ పద ని స పద ని స ద ని స ని స సని ద పద కావేరి ద ప ప ప మ పద ప మ ద ప మ గ గ మ పద ప మ గ మ గ రి స రి గ మ ప రి గ మ పద గ మ పద ని ప ద మ పద ని ద ని స ని స రి స రి గ రి గ మ గ రి స ని స స రి స ని ద ని ని స ని ద ప ద గ రి స ని ద రి స ని ద ప స ని ద ప ద రి స ని ద ని స ని ద ప ద ద ని ద ప మ ప ప రి స ని ద ప స ని ద ప మ ద ప మ గ రి స ని స స రి స ని ద ని స ని ద ప ద ద గ రి స ని ద రి స ని ద ప స ని ద ప ద కావేరి తీరములను పావనమకు రంగపురిని శ్రీ వెలయు చిత్ర విధిలో వేద్గద రాగ సేవను గతి సురలు వీరుల క్షేబ్రోమను పూజించక భావించు త్యాగరాజు భావించు త్యాగరాజు పాఢగ వైభోగ రంగరాజు వెడలే జూతామురారే కస్తూరి రంగరాజు వెడలే జూతామురారే on piano.
Hari Om. Today I will be reciting the poem The Evening Solace by Charlotte Bronte. The human heart has hidden treasures, in secret kept, in silence sealed. The thoughts, the hopes, the dreams, the pleasures, whose charms were broken if revealed. And days may pass in gay confusion, and nights in rosy riot fly, while lost in fame's or wealth's illusion, the memory of the past may die. But there are hours of lonely musing, such as in evening silence come, when soft as birds their pinions closing, the heart's best feelings gather home. Then in our souls there seems to languish a tender grief that is not woe, and thoughts that once wrung groans of anguish now cause but some mild tears to flow, and feelings once as strong as passions float softly back, a faded dream. Our own sharp griefs and wild sensations the tales of others' sufferings seem. Oh, when the heart is freshly bleeding, how longs it for that time to be, when through the mist of years receding, its woes but live in reverie. And it can dwell on moonlight glimmer, on evening shade and loneliness, and while the sky grows dim and dimmer, feel no untold and strange distress, only a deeper impulse given by lonely hour and darkened room, to solemn thoughts that soar to heaven, seeking a life and world to come. Thank you. Hari Om. Today I am going to recite the poem The Builders by Henry Wadsworth Longfellow. All are architects of fate, working in these walls of time, some with massive teeth and great, some with ornaments of rhyme. Nothing useless is or low, each thing in its place is best. And what seems but idle show strengthens and supports the rest. For the structure that we raise, time is with materials filled. Our todays and yesterdays are the blocks with which we build. Truly shape and fashion these, leave no yawning gaps between. Think not, 'cause no man sees, such things will remain unseen. In the elder days of art, builders wrought with greatest care, each minute and unseen part, for gods see everywhere. Let us do our work as well, both the unseen and the seen. Make the house where gods may dwell, beautiful, entire, and clean. Else our lives are incomplete, standing in these walls of time, broken stairways where the feet stumble as they seek to climb. Build today, then strong and sure, with a firm and ample base, and ascendant and secure, shall tomorrow find its place. Thus alone can we attain to those threats where the eye sees the world as one vast plain and one boundless reach of sky. Thank you. नमस्कार, आज मैं आपके सामने राष्ट्र कवि श्री रामधारी सिंह दिनकर जी की कविता कलम और तलवार लेकर प्रस्तुत हुआ हूँ। इस कविता में कवि ने कलम की शक्ति और कलम के महत्व को तलवार की अपेक्षा श्रेष्ठ बताया है। कलम यहाँ पर अहिंसा, शांति और ज्ञान शक्ति का प्रतीक है, जबकि तलवार हिंसा, आक्रोश और दैहिक शक्ति का प्रतीक है। कलम और तलवार, दो में से क्या तुम्हें चाहिए, कलम या कि तलवार? मन में ऊंचे भाव कि तन में शक्ति विजय पार। अंध कक्ष
वृक्ष में बैठ रचोगे ऊंचे मीठे गान, या तलवार पकड़ जीतोगे बाहर का मैदान। कलम देश की बड़ी शक्ति है, भाव जगाने वाली, दिल की नहीं दिमागों में भी आग लगाने वाली। पैदा करती कलम विचारों के जलते अंगारे, और प्रज्वलित प्राण देश क्या कभी मरेगा मारे। एक भेद है और वहां निर्भय होते नर नारी, कलम उगलती आग जहां अक्षर बनते चिंगारी। जहां मनुष्यों के भीतर हरदम जलते हैं शोले, बादल में बिजली होती होते दिमाग में गोले। जहां पालते लोग लहू में हालाहल की धार, क्या चिंता यदि वहां हाथ में नहीं हुई तलवार। धन्यवाद। नमस्कार, मैं आज आपके सामने महाकवयित्री महादेवी वर्मा की कविता प्रस्तुत करने जा रहा हूँ। कविता का नाम है जीवन दीप। किन उपकरणों का दीपक, किसका जलता है तेल, किसका वर्ती कौन करता, किसका ज्वाला से मेल। शून्य काल के पुलिनों पर जाकर चुपके से मेल, इसे बहा जाता लहरों में वह रहस्यमय कौन। कुहरे सा धुंधला भविष्य है अतीतम दूर, कौन बता देगा यह किस असीम की ओर। पावस की निशीम में जुगन्नों का जो आलोक प्रसार, इस आभा में लगता तम का और गहन विस्तार। इन उनताल तरंगों पर सहजंजा के आदात, जलना ही रहस्य है, बुझना है नैसर्गिक बात। धन्यवाद। Hello. Today I'm going to present a speech on the topic mobile phone, a boon or curse. Mobile phone is a boon. At the same time, it's a curse. There is no doubt that mobile phones have brought a revolutionary change in this electronic world. It has become one of the fundamental means of communication. The internet has easy access for 24 hours. As a consequence, we have seen and experienced that most teenagers isolating themselves from their family and going to their rooms and constantly texting, posting messages, upgrading Facebook, and who knows what they are watching. Their behavior has changed. They prefer to be alone with their mobile rather than communicating with their parents and family. It has created a deeper gap in parent-child relationship. A healthy parent-child relationships plays a major role in producing good citizens. In a study conducted at the University of Gothenburg, Sweden, researchers found that high use of mobile phones were associated with stress and sleep disorders in women. It was also associated with sleep disturbance and depression in men. This evidence only proves that the use of mobile phones is related to mental health and stress issues. Placing mobile phones under the pillow or on the bed at night is very common, but that is too bad for your health. Especially among teenagers, they are addicted to the reply to the messages or notifications instantly regardless of the time of the day, essential or trivial. Using mobile phone late night causes distraction on their thoughts and sleep. Their mind is not relaxed and it increases stress level. It can also lead to physiological disorders in some cases. A creativity researcher found that creativity has decreased among children in recent years.
Since 1990, children have become less able to produce unique and unusual ideas. They are also less humorable, less imaginative, and less able to elaborate on ideas. Mobile phone brings constant interruption, especially teenagers are bombarded with notifications, messages, updated Facebook, comments, etc. in every minute. In such circumstances, it's up to them how they handle a situation. It is them who make the choice. Either they go with the flow and be a part of the crowd, or think wisely and deal with the situation, prioritizing their health, school, and family. Technology has given us a choice of life to live for technology, which always comes with two options: use or abuse. Using leads to success and abusing follows the distraction. Most of all, be careful while using a mobile phone. And the better choice is that not having a mobile phone in this age, the teenage. So with these words, I am concluding my speech. Thank you and have a nice day. hard, wonderful things can be achieved. This Virtuous Fest is an example for this. Now, it is time to bid goodbye. Before that, we have with us our dear Principal Srijit Sir, who always encourages students to give their best. Under your leadership and guidance, may we be able to reach the next level of glory. Over to you, sir. ഹരി ഓം. നമ്മുടെ ഈ വർഷത്തെ UP ഹൈസ്കൂൾ സെക്ഷൻ യൂത്ത് ഫെസ്റ്റിവൽ സർഗോദയം 2021 ഇവിടെ പര്യവസാനിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, I would like to appreciate all the participants and my special congratulations to the winners. നമ്മുടെ ഈ പരിപാടിയെ വളരെ ഗൗരവത്തോടു കൂടി കാണുകയും ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതിൽ സമ്മാനം വാങ്ങിയിട്ടുള്ള കുട്ടികളെ തീർച്ചയായിട്ടും അവർ അഭിനന്ദനത്തിന് അർഹരാണ്. എന്നാൽ അതേപോലെ തന്നെ അർഹരായിട്ടുള്ള ആളുകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള മുഴുവൻ കുട്ടികളും. കാരണം ഈ ഒരു സിറ്റുവേഷനിലും പങ്കെടുക്കാൻ നിങ്ങൾ കാണിച്ചിട്ടുള്ളൊരു മനസ്സ് അത് അഭിനന്ദനീയമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് ചിലപ്പം ഒരു ഫീലിംഗ് ഉണ്ടാവും, ഞാൻ ഒരുപാട് പെർഫോം ചെയ്തിരുന്നു, ഫസ്റ്റ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു, പക്ഷേ എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, സെക്കൻഡ് കിട്ടിയിട്ടില്ല എന്നൊക്കെ ചിലപ്പം വിഷമം തോന്നും നമുക്ക്. സോ കുട്ടികളെ, എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, നോ നീഡ് ഓഫ് സച്ച് എനി വറീസ് ഓർ എനി കോംപ്ലക്സ് ഓർ എനി ബാഡ് ഫീലിംഗ്. കാരണം ഡോണ്ട് ഫോർഗെറ്റ് ദ പേർപ്പസ് ഓഫ് അവർ പ്രോഗ്രാം. നിങ്ങളിലുള്ള സർഗവാസനകളെ തട്ടിയുണർത്താനുള്ള ഒരു വേദിയായിട്ട് മാത്രമേ നമ്മൾ ഈ പ്രോഗ്രാമിനെ കണ്ടിട്ടുള്ളൂ. മാത്രമല്ല, ഇന്നത്തെ സാമൂഹ്യമായുള്ള അന്തരീക്ഷം, ഓൺലൈൻ പ്രോഗ്രാമിൻ്റെ പരിമിതി, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് നിരാശപ്പെടേണ്ടുന്ന കാര്യമില്ല. നമുക്കറിയാവുന്ന വലിയ പെർഫോമേഴ്സ് അല്ലെങ്കിൽ വലിയ സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ ആക്ടേഴ്സ്, ഇവരൊന്നും സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിൽ എല്ലാവരും സമ്മാനം വാങ്ങിയിട്ടുള്ള ആളുകളൊന്നുമല്ല. പല ആളുകളും യൂത്ത് ഫെസ്റ്റിവലിൽ പങ്കെടുത്തിട്ട് പോലുമില്ല. അതുകൊണ്ട് ഒരിക്കലും നിരാശപ്പെടേണ്ടുന്ന കാര്യമില്ല. പക്ഷേ ഈ ഒരു
മത്സരത്തിൻ്റെ റിസൾട്ട് അടുത്ത വർഷം കൂടുതൽ ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിനുള്ള ഒരു പ്രേരണയായിട്ട്, ഒരു വാശിയായിട്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കണം. ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറില്ലാതെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടാക്കാൻ ഇതൊക്കെ സഹായകരമാവണം. എന്തായാലും പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. അതേപോലെ തന്നെ ഈ പരിപാടിയുടെ വലിയൊരു വിജയം നിങ്ങൾ ഈ പരിപാടിക്ക് വേണ്ടി വിടാൻ തയ്യാറായിട്ടുള്ള നിങ്ങളുടെ രക്ഷിതാക്കളുടെ മനസ്സാണ്. അതിനും വലിയൊരു നന്ദി അവരോടും അറിയിക്കുന്നു. ആൻഡ് ആസ് യൂഷ്വൽ എവറി ടൈം ഐ എം സേയിങ്, നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പിന്നിലുള്ള എഫേർട്ടുണ്ട്. ഈ പ്രാവശ്യം അതിൻ്റെ സക്സസ് തീർച്ചയായിട്ടും അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള 2 പേരുണ്ടായിരുന്നു, അതിൻ്റെ ഇൻചാർജേഴ്സ് എന്ന് പറയുന്ന. വി നോ ദാറ്റ് ഈസ് ധന്യ മിസ് ആൻഡ് സുധാ മിസ്. ഈ 2 ടീച്ചേഴ്സും കമ്പയർ ടു അതർ ടീച്ചേഴ്സ് അവർ നമ്മുടെ സ്കൂളിൽ ജൂനിയേഴ്സാണ്. പക്ഷെ അതിൻ്റെ ഒരു പരിമിതികളും ബാധിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയായിട്ട് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ടീച്ചേഴ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രോഗ്രാം അതൊരു കളക്റ്റീവ് എഫേർട്ടാണ്. നിങ്ങൾക്കറിയാം, ഓരോ സ്റ്റേജിലെയും ജഡ്ജസ്, അതേപോലെ തന്നെ സ്റ്റേജ് ഇൻചാർജേഴ്സ്, കോർഡിനേറ്റേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ വലിയൊരു ടീം വർക്കിൻ്റെ ഒരു സക്സസ് കൂടിയാണ് നമ്മുടെ ഈ ഒരു പരിപാടി. ഏതായാലും ഈ വർഷം വളരെ ഭംഗിയായിട്ട് ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാൻ സാധിച്ചു. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയികളെ അഭിനന്ദിക്കുന്നു. പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും വലിയൊരു അഭിനന്ദനം. നല്ലൊരു ക്ലാപ്പ് ചെയ്തുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിച്ച എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. അടുത്ത വർഷം നേരിട്ട് നമുക്ക് മുഖാമുഖം കണ്ടുകൊണ്ട് നല്ല ശക്തമായി, കൂടുതൽ ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കാനുള്ള ഒരു അവസരം ദൈവം നമുക്ക് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Now, let me take this opportunity to thank all who has cooperated with us. Thank you all. This is Shraddha signing off. Goodbye.